പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 274 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ മാതാവിന്റെ ജന്മതിരുനാളിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ പീറ്റർ ക്ലാവറിനെ കുറിച്ചാണ്. 1581 സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു ഉന്നത കുടുംബത്തിലാണ് വിശുദ്ധ പീറ്റർ ക്ലാവർ ജനിച്ചത്. ജെസ്യൂട്ട് സഭയിൽ അംഗമായ വിശുദ്ധൻ ടാരഗോണയിലെ തന്റെ പൗരോഹിത്യ പഠനം കഴിഞ്ഞ ഉടനെ പാൽമയിലുള്ള മോണ്ടസിയോണെ കോളേജിലേക്ക് അയക്കപ്പെട്ടു. അവിടെ വെച്ചാണ് വിശുദ്ധൻ വിനയാന്വിതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസെ റോഡ്രിഗസ് എന്ന സഹോദരനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹമാണ് വിശുദ്ധന്റെ ആത്മാവിൽ ആഫ്രിക്കയിലെ അടിമകളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തിന്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ചത്. 1610 ഏപ്രിലിൽ തന്റെ മേലധികാരികളുടെ അനുവാദത്തോടുകൂടി വിശുദ്ധൻ ന്യൂ ഗ്രാൻഡയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹം തന്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നില്ല. 1615 ആയപ്പോഴേക്കും പീറ്റർ തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കാർത്തജനായിലെ ഒരു പുരോഹിതനായി അഭിഷിക്തനായി. ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടിമച്ചന്തയായിരുന്നു കാർട്ടജന. ആയിരക്കണക്കിന് കർത്തവർഗക്കാരെ കൊണ്ടുവരികയും ഒരുമിച്ച് പാർപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലപ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. ആഫ്രിക്കയിൽ നിന്ന് പിടികൂടുന്ന ഈ അടിമകളെ 6 പേരുടെ കൂട്ടമായി ചങ്ങലയാൽ ബന്ധിതരാക്കും. 100-200 പേരെ ഉൾക്കൊള്ളുവാൻ പ്രാപ്തമായ കപ്പലിൽ 600-800ഓളം അടിമകളെ കപ്പലിന്റെ താഴത്തെ അറകളിൽ കുത്തി നിറച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അവരോടുള്ള പെരുമാറ്റം വളരെയേറെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ 3-1 എന്ന കണക്കിൽ മരണപ്പെട്ടിരുന്നു. ഈ ജനങ്ങളുടെ ഇടയിലായിരുന്നു വിശുദ്ധ പീറ്ററിനെ തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത്. ഓരോ അടിമക്കപ്പലുകൾ എത്തുമ്പോൾ വിശുദ്ധൻ അവിടെ ചെല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു. അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളും നൽകാനുമായിരുന്നു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നാം അവരോട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും. എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പ്രതീക്ഷയുടേതായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയിരുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ വിശുദ്ധന്റെ കൈകളാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി. കർത്തവർഗക്കാരായ അടിമകളിൽ 27ഓളം വർഷക്കാലം സമർപ്പിത സേവനം ചെയ്തതിനു ശേഷം വിശുദ്ധ പീറ്റർ ക്ലാവർ 1654 സെപ്റ്റംബർ 8 കാർട്ടജനയിൽ വെച്ച് മരണപ്പെട്ടു. 1888 ജനുവരി 15 ലിയോ 13 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും നീഗ്രോകളുടെ പ്രത്യേക മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിമകളുടെ പ്രേക്ഷിതനാകുവാൻ വിശുദ്ധനെ പ്രചോദനം നൽകിയ വിന്യാതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസെ റോഡ്രിഗിനെയും ഇതേ സമയത്ത് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചില സൗഹൃദങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഓരോന്നോരോന്നായി കൈവിട്ടു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നോക്കി നിൽക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ശൂന്യമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോഴും നാം ഇവിടെ ഉണ്ടല്ലോ. കൈവിട്ടു പോയതൊക്കെ തിരിച്ചെടുക്കാൻ അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് തന്നെയാണ് ആത്മവിശ്വാസവും. വീണ്ടെടുക്കലിന്റെ ഒരു നാൾ നമുക്കുണ്ട്. എത്ര കാലമെന്നറിയില്ല, പക്ഷേ അത് വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്യും. ഏവർക്കും നന്ദി.